എൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി, ഞാൻ എടുക്കാം. എല്ലാവരുടെ റിയാക്ഷൻ കാണുമ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്, പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയുന്നത് എല്ലാം പുരുഷന്മാരും പറയാം. മലയാള സിനിമ ഇതിൽ ചെയ്തൊരു എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതിൽ ഏറ്റവും, അതായത് ഇങ്ങനെ ഭയങ്കര ഡൈനാമിക്സ് ഉണ്ട് പടത്തിന്. ഇങ്ങനെ ഒരു സൈഡിൽ ഭയങ്കര പീക്കുന്നല്ല, ആദ്യം മുതൽ ഇങ്ങനെ ഒരു ഭയങ്കര ഡൈനാമിക്സ് ഉള്ള പടം. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ആ പ്രോസസ്സ് എൻജോയ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞത്. സീമാറ്റൊന്നും വരുന്നതല്ല, പക്ഷേ മൊത്തത്തിൽ അതായത് മൊത്തം ക്രാഫ്റ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ ആൾക്കാർ എന്തായാലും കാണണം, നല്ല വോളിയത്തിൽ നല്ല തിയേറ്ററിൽ കാണാം. ബാസിയുടെയും സൗബിൻ്റെയും അല്ല, അതിലുള്ള 11-12 പേരും പൊളിച്ച് കോമ്പറ്റീഷൻ പോലെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആക്ടേഴ്സ് മാത്രമല്ല, വന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ട് വർക്ക് നിങ്ങൾ കണ്ടല്ലോ. അപ്പം എല്ലാവരും മരിച്ച് പണിയെടുത്ത പടമാണ്. അപ്പം അതിൻ്റെ റെസ്പോൺസ് കണ്ടിപ്പോൾ എല്ലാവരുടെയും വളരെ സന്തോഷം. ഇന്റർനാഷണൽ സിനിമയ്ക്ക് മലയാള സിനിമ ഇതാണ് എന്ന് കാണിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. യെസ്, ട്രൂലി സർ. ഇത് ശരിക്കും അതിൽ ആർട്ട് വർക്ക് ആയാലും ശരി, നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന സർവൈവൽ ത്രില്ലേഴ്സിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നതാണ് മഞ്ഞുമൽ ബോയ്സ്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടാക്കി, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സൗണ്ട് സ്കേപ്പ് തന്നെ നിങ്ങൾ സൃഷ്ടിച്ചു. ഇത് എന്തായിരുന്നു സാർ ഇത്രയും ബിലീഫ്? ഈ സീൻ മാറ്റും എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം അത് ഇനീഷ്യൽ മെറ്റീരിയൽ ആയിരുന്നു, അതോ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് കണ്ടപ്പോഴായിരുന്നു? ഷൂട്ട് ചെയ്ത ഫുട്ടേജ് തന്നെയാണ്. കാരണം ഞാൻ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറി നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ടതിൻ്റെ മുകളിലോട്ട് പരിപാടി വരുമ്പോഴാണ് നമ്മൾ അതിലും എക്സൈറ്റഡ് ആവുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ട വർക്കും അതിന് മുകളിലോട്ട് കയറ്റി വെക്കണം, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അതേപോലെ എൻ്റെ മാത്രമല്ല, എല്ലാ ടെക്നീഷ്യൻസും അങ്ങനെ. അത് സൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മൾ ഇത് ചുരുളിയൊക്കെ ചെയ്ത പുള്ളിയാണ് മിക്സ് ചെയ്തത്. അപ്പം എല്ലാവരും നമ്മൾ തലേന്ന് വരെ പണിയെടുത്തിട്ട് രാത്രി 5 മണിക്കാണ് മാസ്റ്റർ അടിച്ച് എങ്ങനെയെങ്കിലും സാധനങ്ങൾ അടിപൊളിയായിട്ട് കയറ്റണം എന്നുള്ളൊരു നമ്മുടെ അറ്റ്മോസാണ് കണ്ടെന്ന് തോന്നുന്നു. അല്ലേ? അറ്റ്മോസ് തന്നെ ആയിരിക്കും. അപ്രഹെൻഷൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. അത് ഇങ്ങനെ ഒരു വിച്ച് എന്നൊക്കെ പറഞ്ഞൊരു പടത്തിൽ വേണ്ടി ഒരാൾ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കി. ഈ ഗുണയുടെ പാട്ട് ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് അതെങ്ങനെയാ പ്ലേസ്മെന്റ് വന്നത്? ചിദംബരത്തിൻ്റെ ഐഡിയ ആയിരുന്നു. അവനറിയായിരുന്നു അതായത് നമുക്ക് എവിടെ പാട്ട് ആദ്യം കാണിക്കണം, എവിടെയാണ് ലാസ്റ്റായിട്ട് കാണിക്കേണ്ടതെന്നുള്ളത് ചിതയുടെ ഐഡിയ തന്നെയാണ്. അവിടെ സാധാരണ ഒരു ടിപ്പിക്കലി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, പക്ഷേ ഇതൊരു വേറൊരു കൗണ്ടർ സ്കോർ വെച്ചിട്ട് വേറൊരു പരിപാടി അത് ട്രൈ ചെയ്ത് നോക്കി, വർക്കായി. ഓക്കെ, സീൻ മാറി സാർ. താങ്ക് യു. ചെറിയ പേടിയുണ്ടായിരുന്നു.